സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. തങ്ങളുടെ 2 സൈനിക ജനറൽമാർ കൊല്ലപ്പെടാൻ ഇടയാക്കിയ ഡമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഇസ്രായേലിലെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങളും സംഭവിച്ചിരുന്നു. ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാനെതിരെ ശക്തമായ തിരിച്ചടിക്ക് സജ്ജമാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ കനത്ത സൈബർ ആക്രമണത്തിനിരയാകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനിയൻ ഹോക്കർമാരുടെ സൈബർ ആക്രമണം ഇസ്രായേലിന് തലവേദനയായി മാറിയിട്ടുണ്ട്. ഹന്തല എന്ന ഇറാനിയൻ ഹോക്കർമാരുടെ നേതൃത്വത്തിലാണ് ഇസ്രായേലിന് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ജെറുസലേം പോസ്റ്റ് പോലുള്ള പ്രമുഖ മാധ്യമങ്ങളാണ് സൈബർ ആക്രമണത്തിന് വിധേയരായി എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 10,000-കണക്കിന് സന്ദേശങ്ങളാണ് ഇസ്രായേൽ സൈബർ സുരക്ഷയെ വെല്ലുവിളിച്ച് ഇസ്രായേലി പൗരന്മാർക്ക് ഇറാനി ഹാക്കർമാർ അയച്ചിരിക്കുന്നത്. ഇസ്രായേൽ സർക്കാരിനെ എതിർക്കാനും ഇറാനെ പിന്തുണയ്ക്കണമെന്നുമുള്ള ആഹ്വാനങ്ങളാണ് മിക്ക സന്ദേശങ്ങളുടെയും ഉള്ളടക്കം. സയനിസ്റ്റ് ഫിഗറായ നേതാക്കൾ അവരുടെ നീക്കങ്ങളിൽ ഖേദിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇസ്രായേലിനെതിരെ ഹാക്കിംഗ് നടത്തിയ വിവരങ്ങൾ ഹന്തല ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് അറിയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇറാന്റെ ഈ സൈബർ ആക്രമണ നീക്കങ്ങൾ എന്നാണ് വിലയിരുത്തൽ. നിങ്ങളുടെ നേതാക്കൾ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യത്തിനും തെറ്റിനും ജനങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അവരുടെ തെറ്റായ നീക്കങ്ങൾ അവർ പശ്ചാത്തപിക്കും. എത്രയും വേഗത്തിൽ നഗരം വിട്ടുപോവുക. ഒരുപക്ഷെ വലിയ പ്രത്യാഘാതത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ അത് സഹായമായേക്കും. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയം 10 സെക്കൻഡിനും താഴെയാണ്. ഏത് നിമിഷവും നിങ്ങളുടെ നഗരം തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ഇസ്രായേൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കിയ ഇറാനിയൻ ഹോക്കർമാരുടെ സന്ദേശങ്ങളാണിവ. മുൻപ് ഇസ്രായേൽ സർക്കാർ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നിരുന്നു. അതേസമയം സൈബർ ആക്രമണം സ്ഥിരീകരിക്കാൻ ഇസ്രായേലി സർക്കാർ വൃത്തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രായേൽ സുരക്ഷയെ പിടിച്ചുകുലുക്കും വിധം സൈബർ ആക്രമണം ഉണ്ടായേക്കുമെന്ന് ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് പിന്തുണ അറിയിച്ച UK, ജർമ്മനി, ഫ്രാൻസ് അംബാസഡർമാരെ വിളിച്ചു വരുത്തി ഇറാൻ എതിർപ്പ് അറിയിച്ചിരുന്നു. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതികരിക്കുന്നതിൽ അയൽ രാജ്യങ്ങളുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെ ഏത് തരത്തിൽ തിരിച്ചടിക്കണമെന്ന അഭിപ്രായ ഭിന്നതയിലാണ് ഇസ്രായേൽ മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ കനത്ത യുദ്ധഭീതി തുടരവെയാണ് ഇറാന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരുന്നത്. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ലക്ഷ്യം കണ്ടുവെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ അതൊന്നും കണക്കിലെടുക്കുന്നില്ല എന്ന മട്ടിലാണ്.